ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വലിയൊരു വീഡിയോ ഒന്നല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള വീഡിയോ ഒന്നല്ല. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് വീഡിയോ ഞാൻ എടുത്ത് കൂട്ടിയിട്ടില്ല, കുറച്ച് അവിടെ ഇവിടെ കിട്ടിയതൊക്കെ എടുത്ത് വെച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടിയല്ലോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം കേട്ടോ. സംഭവം ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് തട്ടിക്കൊട്ടെങ്കിലും ഈ പൊടിയുടെ അരികത്ത് കൂടെ പോയാൽ എനിക്ക് അലർജി വരും കേട്ടോ. അലർജി വന്നാൽ പിന്നെ ഞാനൊരു 100-200 തുമ്പൽ എന്തായാലും തുമ്പും കേട്ടോ. അപ്പം ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും കേട്ടോ, ഇവളിപ്പോൾ വെറുതെ പറയുകയാണെന്ന്. അല്ല കേട്ടോ, എനിക്ക് എന്താ പറയുക, അലർജി വന്നാൽ തുമ്പൽ ഇങ്ങനെ നല്ല ശക്തമായിട്ട് എനിക്ക് തുടങ്ങണമെങ്കിൽ ഇപ്പം ഇന്നലത്തെ ഞാൻ രാവിലെ തുടങ്ങിയ തുമ്പൽ രാത്രി വരെയും തുമ്പിക്കൊള്ളു. ഒരു 2-3 മിനിറ്റ് ഇടവിട്ടിട്ട് നല്ല തുമ്പലാട്ടോ. അങ്ങനെ ഒരു 100-200 തുമ്പലെങ്കിലും ഞാൻ തുമ്പിയിട്ടുണ്ടാവും. അപ്പം അതിലാകെ ക്ഷീണിച്ചിട്ട് എന്താ പറയുക, ഞാൻ നീക്കാനെന്നെ വൈകിട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഷേസു ബേബിക്കും വയ്യ, ഷേസു ബേബിക്ക് ജലദോഷം, പിന്നെ ശ്വാസം എടുക്കാൻ വയ്ക്കായി പനിയും ഒക്കെ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഓനും ഇതിൽ ശ്വാസം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഓനും ഉറങ്ങിയിട്ടില്ല. പിന്നെ അത് കാരണം തന്നെ ഓൻ ഉറങ്ങാത്തതുകൊണ്ട് ഞാനും ഉറങ്ങിയിട്ടില്ല. അപ്പം ഇന്നലെ ഞാൻ എൻ്റെ കയ്യിൽ അലർജിയുടെ ഒരു ഗുളിക ഉണ്ടായിരുന്നു. അപ്പം അതെടുത്ത് ഞാൻ കഴിച്ചപ്പോൾ ഒരു ചെറിയ ആശ്വാസമൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ ഇത് കുടിച്ചാൽ ഭയങ്കര ഉറക്കം വരുന്ന ഒരു മരുന്നാണ്. പക്ഷെ എനിക്ക് ഉറങ്ങാനായിക്കുണ്ട്. ഷേതു ബേബി ആണെങ്കിൽ ശ്വാസം എടുക്കാൻ വയ്ക്കണില്ല, കരച്ചിലും വിരിച്ചിലൊക്കെ കൂടിട്ടോ. പക്ഷെ രാവിലെ ആയാൽ പിന്നെ ആള് നീച്ച് മണ്ടോ. അപ്പം പിന്നെ എത്ര ഞാൻ ഇട്ട് ആട്ടിയിട്ടും ആള് രാവിലെ ആയി ഉറങ്ങണില്ല കേട്ടോ. എനിക്കാണെങ്കിലോ ഇതിൻ്റെ മെഡിസിൻ കഴിച്ചാൽ പിന്നെ നമുക്ക് ഉറക്കത്തിൽ പെട്ടെന്ന് നീക്കാനേ വയ്ക്കൂല. അപ്പം കുട്ടികളൊക്കെ നീച്ച് പോയി. ഞാൻ എന്നാലും അവിടെ തന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ കടന്നു. അപ്പം എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ള പ്ലാനാണ് കേട്ടോ. രാത്രി തന്നെ ഉണ്ട്, എന്തായാലും രാവിലെ ഹോസ്പിറ്റലിൽ കാണിക്കണം. ഇല്ലെങ്കിൽ പിന്നെ കുട്ടികൾക്കും അധികമാവും, എനിക്കും അധികമാവും കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മ പിന്നാലെ പോരാന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ആ ടൈമിൽ വേഗം ചോറും കാര്യങ്ങളൊക്കെ ഊറ്റി വെക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് അടിച്ചോരി ക്ലീൻ ആക്കിയിട്ടാൽ നല്ലൊരു വൃത്തി ഉണ്ടാവുമല്ലോ. വെയിച്ചിട്ടൊന്നല്ല, ഉമ്മ ഒന്നും ചെയ്യണ്ട പറഞ്ഞുകൊണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ വീട് ഒരു വൃത്തിയില്ലാതെ കിടക്കണ്ട വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചോരിയൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഒന്ന് അടിച്ചോരിയിട്ടിട്ട് പിന്നെ എന്താ പറയുക, ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റാക്കി വെച്ചു. പിന്നെ സോഫയും കാര്യങ്ങളൊക്കെ കൊട്ടിയിട്ട് നീറ്റാക്കി വെച്ചിട്ടോ. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ബെഡ് കാര്യങ്ങൾ അടിച്ചോരിയിടുക, സോഫയും കാര്യങ്ങളൊക്കെ തന്നെ നേരാക്കി വെച്ചാൽ നമ്മൾ അത്യാവശ്യം നമ്മളെ വീടിന് നീറ്റാവും കേട്ടോ. പിന്നെ ഇതാ ഷേസു ബേബിയും ബേബി എല്ലാവരും കൂട്ടിയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം, ചിലപ്പോൾ എൻ്റെ സൗണ്ട് നല്ല മാറിയിട്ടുണ്ടാവും കേട്ടോ. മൂക്ക് അടഞ്ഞിട്ട് ഇരിക്കണത്. അപ്പോൾ ചിലപ്പോൾ ആ സൗണ്ട് നല്ല വ്യത്യാസം ഉണ്ട്. ഇടയ്ക്കിടെ എൻ്റെ സൗണ്ട് മാറുന്ന ഒരാളാണ് കേട്ടോ ഞാൻ, ഈ അലർജി കാരണം. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട കമൻറ്റിൽ അറിയിക്കണം. അങ്ങനെ ഡോക്ടറെ കാട്ടി മരുന്ന് കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. ഷേസു ബേബിക്ക് 2 നേരം ആവി പിടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുതുമാലാട്ടം ഈ കാണുന്നത്. കുറച്ച് നേരമൊക്കെ ആവി പിടിച്ചിരുന്നു, പിന്നെ ആൾക്ക് ഭയങ്കര വാശിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റയ്യാനെ ജസ്റ്റ് വിളിച്ചിട്ട് റയ്യാനെ ആവി പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആൾ വണ്ടി വന്നു കേട്ടോ. അങ്ങനെ എങ്ങനെ കൂടി ആളെ ആവി പിടിപ്പിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞില്ല, എല്ലാതും ഉൾപ്പെടുത്തിയൊരു വീഡിയോ എന്നല്ല, ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കാരണം തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതിരിക്കണ്ടെന്ന് കരുതിയിട്ട് ഇന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ എനിക്ക് പറഞ്ഞാൽ ഈ പൊടി തട്ടാനേ പാടില്ല കേട്ടോ. പൊടി തട്ടിയാൽ ഭയങ്കര തുമ്പൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഷേസു ബേബിക്കൊക്കെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ച് വന്നപ്പോൾ ഫുഡ് ഞാൻ കൊടുത്തു കേട്ടോ. അങ്ങനെ ഫുഡ് കൊടുത്തിട്ടാണ് ആവി പിടിക്കാനൊക്കെ പോയി നിന്നത്. പിന്നെ 2 മേക്കപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ മരുന്ന് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തീരെ വയ്യാത്തതുകൊണ്ട് മരുന്ന് കുടിക്കാൻ ഭയങ്കര ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആൾ വേഗം മരുന്ന് കുടിക്കും കേട്ടോ. അപ്പോൾ വയ്യാത്തതുകൊണ്ട് ചെറിയൊരു കുസൃതി ഉണ്ട്. എന്നാലും ഞാൻ മരുന്ന് എങ്ങനെയൊക്കെ കൊടുത്ത് ഒപ്പിച്ചു കേട്ടോ. കാരണം നല്ല ജലദോഷം പിടിച്ചേക്കണു എനിക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചാലും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മൗലൂദിന് കുട്ടികൾ പോയപ്പോൾ കൊടുന്നതാണ് ജിലേബി. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല, വലിയ വീഡിയോ ഒന്നല്ല, എടുത്ത് വെച്ച കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ട് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം തീരെ വയ്യ. പിന്നെ നമുക്ക്
എത്ര എന്താ പറയുക എന്നുണ്ടായിട്ടും കാര്യമില്ലല്ലോ. വൈകിയെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനും വയ്ക്കൂല. അങ്ങനെ ഈവനിങ് ഇതാ നമ്മൾ ചെയ്തത് കുറച്ച് കോറക്കുറുക്ക് ഉണ്ടാക്കിയിട്ട് തോനെ കോറക്കുറുക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ചുള്ളൂ കേട്ടോ കോറക്കുറുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം വയ്യാത്തതുകൊണ്ട് അധികം ഒന്നും കഴിക്കൂല. എന്നാലും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ തീരെ നീക്കാനും വയ്ക്കൂലല്ലോ. അപ്പോൾ കോറക്കുറുക്ക് അങ്ങനെ ഞാൻ പിന്നാലെ നടന്നിട്ട് കുറച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനിത് നല്ല അവലും തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അവൽ നല്ല വെള്ളത്തിൽ ഇട്ടിട്ട് ഇതാക്കിയിട്ട് നനപ്പിച്ചിട്ടാട്ടോ ഇത് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പാൽ ചായ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയുടെ അഭിപ്രായം ഇന്ന് താഴെ കമൻറ്റിൽ അറിയിക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.